ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ രാവും പകലും കിഷോർ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രീജ ഒരു കപ്പ് ചായ ഇട്ട് വരുന്നുണ്ട്. ചേട്ടയ്ക്ക് ഇതിൻ്റെ വല്ല പണിയുണ്ടോ? അവൾ മനഃപൂർവ്വം ചെയ്യാതിരിക്കുമല്ലോ എന്ന് പറഞ്ഞ വേണ്ടി പതുക്കെ പറയടി. അവളങ്ങനെ അവരുടെ അങ്ങനെ ഉടന്നു കഴിഞ്ഞാൽ പിന്നെ തീർന്നു എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി സംസാരിക്കുകയാണ്. അതെ, എനിക്ക് മതിയായി. വർക്ക് എങ്ങാനും നിർത്തിക്കഴിഞ്ഞാൽ കമ്പനിയിൽ നിന്നുള്ള ആൾ എന്നെ നിയമിച്ചിട്ടുണ്ടെന്ന് വർക്ക് ചെയ്യണ്ടോ നോക്കാൻ വേണ്ടി അയാൾ വിളിക്കും. റൂമിൽ നിന്ന് പുറത്തിറങ്ങി ആ വർണ്ണിക പിടിക്കും. എനിക്ക് മടുത്തു, ശരിക്കും മടുത്തു ഈ ജോലി എന്ന് കിഷോർ പറയുകയാണ്. രാവിലെ ശ്രീജ അമ്മയടുത്ത് പറയുന്നുണ്ട്, ചേട്ടൻ ഇന്നലെ ഒരു പോലെ കണ്ണടിച്ചിട്ടുള്ള പണിയോട് പണിയായിരുന്നു. ഗീതു മനഃപൂർവ്വം ചേട്ടനിട്ട് പണി കൊടുക്കും അമ്മേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ കിഷോർ വരുന്നുണ്ട്. അമ്മ പറയുന്നുണ്ട്, കിഷോറെ നിനക്ക് വേറെ എന്തെങ്കിലും ജോലി നോക്കിക്കൂടെ? ഈ ജോലി തന്നെ നിനക്ക് എന്താ നിർബന്ധം? 250 കോടി രൂപയുടെ കടം നീ ഒന്ന് തീർക്കാൻ പോകണമെന്നില്ല. അതുകൊണ്ട് ഈ ജോലി നിർത്തിയിട്ട് വേറെ ഏതെങ്കിലും ജോലിക്ക് പോടാ എന്ന് പറയുമ്പോൾ കിഷോർ പറയുന്നുണ്ട്, അതേ അമ്മേ, അതിനെക്കുറിച്ച് ഞാനിപ്പോൾ ചിന്തിക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ അവർണിക വരുവാണ്. ആഹാ കിച്ചു, നീ ഇതുവരെ റെഡി ആയില്ലേ? 8 മണിക്ക് ഇന്ന് ഓഫീസിൽ എത്തണമെന്നല്ലേ പറഞ്ഞത്? എന്താ വരാത്തത് എന്ന് ചോദിക്കുമ്പോൾ ഞാനിന്ന് വരണില്ലേ. ഇന്ന് വരുന്നില്ലെന്നോ? ദേ ഉറങ്ങാൻ താമസിച്ചൊരു റീസണൊന്നും അല്ല. എന്തായാലും ഇന്ന് പോകണമെന്ന് പറയുമ്പോൾ ഇന്നെന്നല്ല, ഇനി അങ്ങോട്ട് ഞാൻ വരുന്നില്ല എന്ന് കിഷോർ പറയാണ്. ആ സമയത്ത് അവർണിക പറയുന്നുണ്ട്, പിന്നെ നീ എന്ത് ചെയ്യാൻ പോവാ? ഞാൻ വേറെ ഏതെങ്കിലും കമ്പനി ജോലി നോക്കാൻ പോവാ. ആഹാ, നീ ഈ കമ്പനി ജോലി ചെയ്യുന്നത് അവിടെ ഒരു എഗ്രിമെൻറ്റ് ഒപ്പിട്ടിട്ടുണ്ടായിരുന്നു, മറന്നുപോയോ? അതായത് കമ്പനിക്ക് നിന്നെ എപ്പോൾ വേണമെങ്കിലും തിരിച്ചു വിടാം. പക്ഷേ നീയായിട്ട് പിരിഞ്ഞു പോവുകയാണെങ്കിൽ കമ്പനി പറയുന്ന നഷ്ടപരിഹാരം നീ കെട്ടിവെക്കണം. എന്താ, നീ ആ എഗ്രിമെൻ്റൊക്കെ വായിച്ചിട്ടല്ലേ സൈൻ ചെയ്തത്? അത് മറന്നുപോയോ എന്ന് ചോദിക്കുമ്പോൾ കിഷോർ ആകെ പെട്ടിരിക്കുക കേട്ടോ. ശ്രീജയും അമ്മയെ എന്ത് ചെയ്യണമെന്ന് പറയേണ്ടത് ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് അവർണിക പറയേണ്ടത് മര്യാദയ്ക്ക് റെഡിയായിട്ട് കമ്പനി പോകാൻ നോക്ക് എന്ന് പറയണം. അതിന് ശേഷം അവർണിക ചോദിക്കേണ്ടത്, നിനക്ക് ഗോവിന്ദ് സാറിന് നേരത്തെ പരിചയമുണ്ടോ? ഇല്ല എന്ന് പറയുമ്പോൾ വേറൊന്നുമല്ല. എന്താ അങ്ങനെ ചോദിച്ചു അവർണിക ചോദിക്കുമ്പോൾ വേറൊന്നുമല്ല, ഗോവിന്ദ് സാറിന് എന്തോ നിന്നോട് ചെറിയൊരു ദേഷ്യമുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ എനിക്ക് തോന്നിയതായിരിക്കും എന്ന് പറഞ്ഞിട്ട് അവർണിക അങ്ങോട്ട് പോവാണ്. പുറത്തിറങ്ങി കിഷോറിനോട് ശ്രീജ ചോദിക്കുന്നുണ്ട്, ഏട്ടാ സത്യം പറ, ഗീതുക്ക് എന്താ ഇത്ര ദേഷ്യം? ഗീതുക്ക് മാത്രമല്ല ഗോവിന്ദ് സാറിനും എന്ന് പറയുമ്പോൾ ആദ്യം ഒന്നും കിഷോർ സത്യം പറയില്ല കേട്ടോ. അവരെന്തിനാ വെറുതെ ദേഷ്യപ്പെടുക അങ്ങനെ ഇങ്ങനെ പറയും. പിന്നെ കിഷോർ സത്യം പറയും, അത് വേറൊന്നുമല്ല ശ്രീജെ, ഒരു കാര്യമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഗോവിന്ദ് സാറിൻ്റെയും അതുപോലെ തന്നെ ഗീതുവിൻ്റെയും വിവാഹം ഒരു എഗ്രിമെൻ്റ് വിവാഹമായിരുന്നു. വിനോദിൻ്റെയും അതുപോലെ പ്രിയയുടെയും വിവാഹം നടത്താൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് നടന്ന സംഭവങ്ങളൊക്കെ ശ്രീജയെടുത്ത് പറയണം. അന്ന് വിവാഹം നടന്നതും അതിൻ്റെ അവസ്ഥയും അതുപോലെ തന്നെ കല്യാണത്തിൻ്റെ സമയത്ത് താലി കെട്ടിക്കഴിഞ്ഞിട്ട് ഡൈവേഴ്സ് പേപ്പറിൽ ഒപ്പിട്ട് തരാമെന്ന് ഗോവിന്ദ് പറഞ്ഞതും അതിനുശേഷം നീ എപ്പോൾ വേണമെങ്കിലും ഇവിടെ വിളിച്ചുകൊണ്ട് പോയിക്കോ, വേണമെങ്കിൽ ഇന്ന് രാത്രി തന്നെ കൊണ്ടുപോയിക്കോ എന്നൊക്കെ ഗോവിന്ദ് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ കിഷോർ നമ്മുടെ ശ്രീജയെടുത്ത് പറയുമ്പോൾ ശ്രീജയുടെ കണ്ണ് നിറയാണ്. ഓഹോ, അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഗോവിന്ദ് സാർ അന്ന് ഗീതുവായിട്ട് ഫ്ലാറ്റിൽ വന്നത് അവളെ ഏട്ടൻ്റെ അടുത്ത് ഏൽപ്പിക്കാനായിരുന്നു അല്ലേ എന്ന് ശ്രീജ ചോദിക്കുമ്പോൾ അതിന്ന് കിഷോർ പറയുമ്പോൾ അപ്പോൾ ഗീതു ഇതൊക്കെ കാണിച്ചത് ചെറുതാണ് ചേട്ടാ, ചേട്ടൻ അവളെ വല്ലാത്ത ചതിയും വഞ്ചനയും ചേട്ടൻ ചെയ്തത്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഗീതു കാണിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമാണ്. എങ്ങനെ തോന്നി ചേട്ടാ ആ ഒരു പാവം പെണ്ണിൻ്റെ മനസ്സ് വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട്? എങ്ങനെ എൻ്റെ ചേട്ടനൊരു ചതിയനാവാൻ സാധിച്ചു? അവർണിക ചേച്ചി ചേട്ടൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. 250 കോടി നഷ്ടപ്പെടുത്തുന്ന ചേട്ടൻ്റെ സ്നേഹം കൊണ്ടിട്ടാണ് എന്ന് ശ്രീജ പറയുകയാണ്. അതിനുശേഷം ഗീതു റെഡിയാവണമെന്നാണ് കാണിക്കുന്നത്. ഗീതു റെഡിയായി കഴിഞ്ഞിട്ട് നമ്മുടെ കാഞ്ചനോട് ചോദിക്കേണ്ടത്, കാഞ്ചനക്ക എങ്ങനെയുണ്ട് ഇപ്പോൾ? സൂപ്പറായിട്ടുണ്ട് എന്ന് പറയുവാണ്. എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ, എന്നൊരു പരിപാടിയുണ്ട്. ശരി ശരി എന്ന് പറഞ്ഞിട്ട് കാഞ്ചന നേരെ പോകുക കേട്ടോ. നമ്മുടെ രാധികയുടെ അടുത്ത് പോണ മുമ്പ് നമ്മുടെ ഗീതു ഒരു ഫോൺ വിളിക്കണ കാണുമ്പോൾ അവിടെ ഒളിഞ്ഞു കേൾക്കുവാണ്. ഗീതു വിളിക്കുന്നത് വിജയലക്ഷ്മിനെയാണ്. വിജയലക്ഷ്മി ഇറങ്ങാൻ പോവാണ്. അടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ നീ കാത്തു നിൽക്കണം, എന്നെ അങ്ങോട്ടേക്ക് വണ്ടി വരാമെന്ന് പറയുമ്പോൾ വേണ്ട, ഞാൻ സാന്ദ്രയുടെ കൂടെ സ്കൂട്ടിക്ക് വന്നോളാം എന്ന് ഗീതു പറയുമ്പോൾ അതൊന്നും വേണ്ട, സ്വീകരണത്തിന് കാറിന് തന്നെ വരാം, നീ അവിടെ വെയിറ്റ് ചെയ്യും, ഞാൻ അവിടെ വരാം എന്ന് വിജയലക്ഷ്മി പറയുകയാണ്. ഇതെല്ലാം കേട്ടുകൊണ്ട് നമ്മുടെ കാഞ്ചന തൊട്ട് മുമ്പിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ, ഒളിഞ്ഞു കേൾക്കുന്നുണ്ടായിരുന്നു. കാഞ്ചന വേഗം തന്നെ നമ്മുടെ രാധികാമ്മയുടെ അടുത്തേക്ക് പോവുകയാണ്. അതിനുശേഷം പറയേണ്ടത്, രാധികാമ്മേ ദേ ഗീതു പാപ്പ ഉദ്ഘാടന ചടങ്ങിന് പോട്ടെ, അല്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇന്നലെ ഉദ്ഘാടന ചടങ്ങ് മുടക്കാൻ വേണ്ട രക്തചന്ദ്രൻ, അത് നീ എൻ്റെ മുമ്പിൽ തന്നെ വാരി തേച്ചല്ലോ. മാമി അതുമാത്രമല്ല, വേറെയും കുറേ ഐഡിയ ഒക്കെ ഉണ്ട്. ഗീതുപ്പ നല്ല സാരി എടുത്തിട്ടാണ് പോണത്, ആ സാരിയിൽ കുറച്ച് കറ വാരി ഇട്ടാലാ? നല്ല ഐഡിയ. അവൾ ആ സാരി മാറ്റി വേറെ സാരി എടുക്കും. അങ്ങനെയുണ്ടല്ലേ? പിന്നെ എന്ത് ചെയ്യും മാമി? ഒരു ഐഡിയ ഉണ്ട്, അവൾ പോണ വഴിക്ക് എണ്ണ ഒഴിച്ചാലോ? കൊള്ളാം. എണ്ണ മലക്ക മറന്നിട്ട് ഗീതുപ്പയുടെ നടുവടിയും. ഇത് കൊള്ളാടി ഐഡിയ, നീ ചെയ്തോ എന്ന് രാധിക പറയാണ്. അങ്ങനെ ഗീതു വന്ന തൊട്ട് മുമ്പ് തന്നെ സ്റ്റെപ്പിന് താഴേക്ക് എണ്ണ ഒഴിച്ചിടുവാണ് കാഞ്ചന. ഇതെല്ലാം കണ്ടുകൊണ്ട് രാധികാമ്മ തൊട്ട് മുകളിൽ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. കൊള്ളാം, ക്യാരിയോൺ ചെയ്തോന്ന് പറയുവാണ് നമ്മുടെ കാഞ്ചനടുത്ത്. ഗീതു അങ്ങനെ വരുന്ന സമയത്ത് രാധികാമ്മ കാഞ്ചനടുത്ത് പറഞ്ഞിട്ട് വരുന്നുണ്ട് മാറിക്കോ എന്ന് പറയുവാണ്. അങ്ങനെ ഗീതു പതുക്കെ ഓരോരോ സ്റ്റെപ്പായിട്ട് ഇറങ്ങി വരുവാണ്. ഗീതുയുടെ വീഴ്ച കാണാൻ വേണ്ടി കാഞ്ചന രാധികാമ്മയെ കാത്തിരിക്കുക കേട്ടോ. അങ്ങനെ ഗീതു
സ്റ്റെപ്പ് ഇറങ്ങി വരേണ്ട സമയത്ത് പെട്ടെന്ന് തന്നെ എണ്ണയിൽ ചവിട്ടി അങ്ങോട്ട് തെന്നി അങ്ങോട്ട് പോകുക കേട്ടോ. അയ്യോ അമ്മേ എന്ന് പറഞ്ഞിട്ട് തെന്നി അങ്ങോട്ട് പോകുവാണ്. അയ്യോ എൻ്റെ നടു ഒടിഞ്ഞേന്ന് പറഞ്ഞിട്ട് ഗീതു അവിടെ തന്നെ കിടക്കുവാണ്. രാധിക നമുക്ക് സന്തോഷമാണ്. കാഞ്ചന ഹാവോ വീണു എന്ന് പറഞ്ഞിട്ട് കാഞ്ചന അങ്ങനെ നിൽക്കുക കേട്ടോ. അയ്യോ എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല, ആരെങ്കിലും ഓടി വരണേ എന്ന് പറഞ്ഞിട്ട് ഗീതു നിലവിളിക്കുവാണ്. ആ ബഹളം കേട്ട് നമ്മുടെ ഗോവിന്ദ് വരുന്നുണ്ട്. അയ്യോ ഗീതു എന്ത് പറ്റിയെന്ന് പറഞ്ഞിട്ട് വേഗം വരുവാണ്. ആ സമയത്ത് രാധിക അയ്യോ മോനെ കണ്ണ അങ്ങോട്ട് പോവല്ലേ കണ്ണ എന്നൊക്കെ മുകളിൽ നിന്ന് വിളിക്കുന്നുണ്ടെങ്കിലും ഗോവിന്ദ് അത് കേൾക്കുന്നില്ല. ഗോവിന്ദ് പെട്ടെന്ന് അങ്ങോട്ട് ഓടിപ്പോകുമ്പോഴേക്കും ഗോവിന്ദും കാല് തെറ്റി ഗീതുയുടെ മേത്തേക്ക് വീഴാൻ പോകട്ടെ. അപ്പോൾ രണ്ട് കൈയും പുഷപ്പ് എടുക്കുന്ന പോലെ വെച്ചിരിക്കുകയാണ്. ആ കൈ വിട്ട് കഴിഞ്ഞാൽ ഗീതുയുടെ മേത്ത് വീഴും. അപ്പോൾ ഗീതു പറയണ്ട അയ്യോ കൈ വിടല്ലേ കൈ അങ്ങനെ തന്നെ പിടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുവാണ്. ആ സമയത്ത് നമ്മുടെ രാധിക മോളിൽ നിന്ന് കണ്ണ വീഴലേടാ വാടാ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുകയാണ്. അതിനുശേഷം രാധിക പതുക്കെ സ്റ്റെപ്പ് ഇറങ്ങുവാണ്. ഗീതുയുടെ മേത്ത് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടോ ഗോവിന്ദ്. അങ്ങനെ എടാ മോനെ നീ കയറി വാടാ ഇങ്ങോട്ട് കയറി വരാൻ പറ്റുന്നില്ല അമ്മേ, എന്നെ ഒന്ന് പൊക്കിയെടുക്കമ്മേ എന്ന് ഗോവിന്ദ് പറയുന്നുണ്ട്. അയ്യോ ഞാൻ എന്ത് ചെയ്യും. ആ സമയത്ത് കാഞ്ചന പറയുന്നുണ്ട് മാമി ഇപ്പോൾ ഇറങ്ങല്ലേ മാമി എണ്ണ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും രാധികാമ്മ അതൊന്നും കേൾക്കുന്നില്ല. രാധികാമ്മയുടെ സാരിയുടെ മുന്താണി ഗോവിന്ദനെ കൊടുക്കാൻ പോകുന്നുണ്ടെങ്കിലും ആ കൈ വിടാൻ പറ്റാത്തതുകൊണ്ട് ഗോവിന്ദനെ പറ്റുന്നില്ല കേട്ടോ. അങ്ങനെ രാധിക പതുക്കെ പോകുവാണ്. അപ്പോഴേക്കും നമ്മുടെ കാഞ്ചന മാമി എണ്ണ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഇങ്ങനെ വരുമ്പോഴേക്കും കാഞ്ചന തെന്നി വീഴുവാണ്. നേരെ രാധികാമ്മയുടെ പുറത്തേക്ക് വീണ. അയ്യോ ഞാൻ വീണേ എടി കുരുത്തം കെട്ടവൾ എഴുന്നേറ്റ് പോടി എന്ന് പറഞ്ഞിട്ട് രാധികാമ്മ എഴുന്നേൽപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും കാഞ്ചന വീണ്ടും രാധികാമ്മയുടെ മേത്ത് വീഴുവാ. ഇത് കണ്ടുകൊണ്ട് നമ്മുടെ രേഖയും വരുണൊക്കെ വരുന്നുണ്ട്. അയ്യോ അമ്മേ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ആരെങ്കിലുമൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് രക്ഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഗോവിന്ദ് അയ്യപ്പേട്ടാ വരുണേ എടാ ആരെങ്കിലും വാടാ ഒന്ന് ഓടി വാടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുകയാണ്. അപ്പോൾ തന്നെ പെട്ടെന്ന് അയ്യപ്പേട്ടന് ബഹളം കേട്ട് ഓടി വരുക കേട്ടോ. അയ്യോ ഇതെന്തു പറ്റി. അപ്പോൾ തന്നെ നമ്മുടെ കാഞ്ചനയും രാധികാമ്മയൊക്കെ ആകെ പേടിക്കുകയാണ്. അയ്യോ അയ്യപ്പ ഇങ്ങോട്ട് വരല്ലേ എണ്ണ. പക്ഷേ അയ്യപ്പേട്ടൻ അതൊന്നും കേൾക്കുന്നില്ല. അയ്യപ്പേട്ട മേത്ത് വീണാൽ പിന്നെ തീർന്നല്ലോ. എല്ലാവരും ഇങ്ങനെ പേടിച്ച് നിൽക്കണം അയ്യപ്പേട്ടൻ വരുന്നത് കണ്ടിട്ട്. ആ ഒരു ഭാഗത്തോടെ എപ്പിസോഡ് തീർന്നു. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ ബൈ.